ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അപ്പോൾ എന്നും പാചകത്തിൻ്റെ വീഡിയോ അല്ല ഞാൻ ഇടുന്നത്, പക്ഷേ ഇന്നത്തെ ദിവസത്തിൽ ഇന്നൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്നുള്ള എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ രാവിലെ വെളുപ്പിന് ഞാൻ എണീറ്റ സമയത്തുള്ള പ്രഭാതമാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥനയും കഴിഞ്ഞതിന് ശേഷം അടുക്കളയിൽ കയറി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് എല്ലാം എടുത്തിട്ടില്ല. പക്ഷെ ഇന്നും എനിക്കൊരു സന്തോഷമാണ്. എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. അത് വേറെ ഒന്നുമല്ല, എന്താ പറയാനാ, ഇന്ന് അച്ചായൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ എന്താ പറയണത്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ചായനാണ് എനിക്ക് ഏറ്റവും, ദൈവം കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ അച്ചായൻ മാത്രമാണ്. എൻ്റെ അച്ചായൻ ഉള്ളതുകൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എന്നേ മരിച്ചു പോകേണ്ട ആളാണ്. ഒത്തിരി രോഗമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരുപാട് എനിക്ക് വേണ്ടി അച്ചായൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കടങ്ങൾ ഒത്തിരി പലിശയ്ക്കൊക്കെ മേടിച്ചാൽ എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം അച്ചായൻ മാത്രമാണ്. അപ്പോൾ അച്ചായനെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ എടുക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല, ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ രാവിലെ എണീറ്റു, അച്ചായൻ വന്ന് ഞങ്ങൾ രാവിലെ ഞാൻ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചു. അതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഉലുവ വെള്ളം ഇട്ട് കുടിക്കുന്ന പതിവുണ്ട് കേട്ടോ. രാവിലെ വെറും വയറ്റിൽ ഉലുവ വെള്ളം തിളപ്പിച്ചാണ് കുടിക്കുന്നത്, ചായ കുടിക്കത്തില്ല. അപ്പോൾ അതും ഇട്ടു. എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഞാൻ കാപ്പിക്കുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ പീസ് കറിയും ഭൂരിയായിരുന്നു ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. അതൊക്കെ എടുത്തുകൊണ്ട് നിന്നാൽ ഒത്തിരി വീഡിയോ ലെന്തായിപ്പോൾ, അതുകൊണ്ട് ഞാനൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അച്ചായന് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് ഞാൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരുപാട് ആഡംബരമായിട്ടൊന്നും ചെയ്യാനുള്ള പ്രാപ്തിയൊന്നും നമുക്കില്ല. ഉള്ളതനുസരിച്ച് എൻ്റെ സ്നേഹം അത് ഞാൻ അച്ചായന് കൊടുക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ഒരുപാട് എൻ്റെ കുടുംബത്തെ ആയാലും എൻ്റെ സഹോദരങ്ങൾക്കെല്ലാം ഒത്തിരി സപ്പോർട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്താ പറയാനെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന അച്ചായനൊന്ന് ലൈക്ക് ചെയ്യണം. ഞങ്ങൾക്ക് വേണ്ടി അച്ചായന് വേണ്ടി, പ്രത്യേകിച്ച് അച്ചായന് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേ ഞങ്ങളൊന്ന് പള്ളിയിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന ആയുസ്സും ആരോഗ്യവും എല്ലാം, അപ്പോൾ ദൈവത്തിന് നന്ദി പറയണം. ഇപ്പോൾ അടുത്ത പുതിയ വർഷമാണ്. അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കണം. അതിന് വേണ്ടി പള്ളിയിലോട്ട് ഞാൻ അച്ചായനും മോളും കൂടെ ഞങ്ങളൊന്ന് പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും, ഇഷ്ടപ്പെടുകയെന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചെറിയ കുടുംബത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത് ജോലി ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ ബിൽഡിങ്ങാണെന്നൊന്നും വിചാരിച്ചേക്കരുത്. നമുക്ക് ഒന്നിനുമുള്ള പ്രാപ്തി ഇല്ലാത്തവരാ അച്ചായൻ ഇവിടെ ഈ ഫ്ലാറ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒത്തിരി പേര് താമസക്കാരുണ്ട്. ഞങ്ങൾക്കും താമസിക്കാൻ ഒരു മുറി ഇവിടെ മുകളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ ലിഫ്റ്റിൽ കയറാനായിട്ട് നിൽക്കുക കേട്ടോ. അപ്പം നമ്മൾ ഏറ്റവും മണ്ടയ്ക്കാം. അപ്പോൾ താഴത്തെ ഫ്ലോറിൽ വേണം പോകാൻ, അവിടെ ഇറങ്ങി വേണം പള്ളിയിലോട്ട് പോകാൻ. അതുകൊണ്ടാണ് അതും കൂടെ വീഡിയോ എടുത്തെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മടിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുവാണെങ്കിൽ അതനുസരിച്ച് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ആളാണ് അച്ചായന്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും കേട്ടോ. എനിക്ക് എല്ലാ കാര്യത്തിനും സപ്പോർട്ട്. അതുപോലെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളായാലും എൻ്റെ സഹോദരങ്ങളുടെ കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം എങ്ങനെ തന്നെക്കൊണ്ട് എത്രത്തോളം കഴിയും അത്രത്തോളം സപ്പോർട്ട് നിർത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ അച്ചായനും എൻ്റെ മക്കളും. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം കേട്ടോ. എൻ്റെ അച്ചായനില്ലെങ്കിൽ ഞാനില്ല. ഒത്തിരി അസുഖങ്ങളുള്ള ഒരാളാണ്. ആസ്മ രോഗമുണ്ട്, ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ നേരത്തെ എനിക്ക് ഹാർട്ടിൻ്റെ ചെറിയ പ്രയാസമൊക്കെ വന്ന് മെഡിക്കൽ കോളേജിൽ എന്താ പറയുക, മരിച്ചു പോകുമെന്നുള്ള അവസ്ഥയിൽ കിടന്നതാണ്. അന്നും പൈസയൊക്കെ ഒരുപാട് പലിശയ്ക്ക് മേടിച്ച പുള്ളി എന്നെ ഈ പരുവത്തിലെത്തി. ഇന്ന് ഈ കടത്തിൻ്റെ കെണി കിടക്കുന്നതിൻ്റെ കാരണവും എനിക്കായിട്ടാണ് കേട്ടോ. എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പുള്ളി ഇത്രയും പിള്ളേരെ പഠിപ്പിക്കുകയും പിന്നെ അതുപോലെ തന്നെ എൻ്റെ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ഇങ്ങനെ കടം വാങ്ങിച്ച് പലിശ കൊടുത്ത് അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ അതും ദൈവത്തിൻ്റെ കൃപ എന്തെന്ന് എനിക്കറിയത്തില്ല. അതിലൊരു നല്ലൊരു മുന്നേറ്റം ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം തമ്പുരാൻ ഉറപ്പായിട്ടും എന്നെ എൻ്റെ കുടുംബത്തെ സഹായിക്കുക. അതുപോലെ തന്നെ നിങ്ങളെന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഇതിൽ നിന്നെല്ലാം കരകയറി വരാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, അത് വിട്ടൊരു കളി ഞങ്ങൾക്ക് മറ്റൊന്നിലില്ല കേട്ടോ. കാരണമുണ്ട്, ദൈവമാണ് ഞങ്ങൾ ഇത്രത്തോളം നടത്തിയത്. അപ്പോൾ ആ ദൈവത്തെ മറന്നൊരു ജീവിതം ഞങ്ങൾക്കില്ല. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ രാവിലെ ഒന്ന് പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചു. എന്താ പറയണമെന്ന് തന്നെ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇങ്ങനൊരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഈ പള്ളിയിൽ പോയപ്പോൾ അവിടുത്തെ ഇതൊക്കെ ഒന്ന് എടുത്തെന്നുള്ളതേ ഉള്ളൂ.
അപ്പോൾ ഇത് നമ്മുടെ കോഴഞ്ചേരിയിലെ വലിയ പള്ളിയാട്ടോ, മാർത്തോമ വലിയ പള്ളി. അപ്പോൾ അവിടെ ഇന്നൊരു കല്യാണം ഉള്ളതുകൊണ്ട് രാവിലെ തുറന്നിട്ടിട്ടുണ്ട്. പക്ഷേ കൊച്ചു പള്ളി രാവിലെ നമ്മൾ 5:30 ഇവിടെ തുറക്കും. വൈകിട്ട് ഒരു 6 സമയം വരെ ഇവിടെ പ്രാർത്ഥന, നമുക്ക് എപ്പോൾ വേണേലും ചെന്നിരുന്ന് നമ്മുടെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ വലിയ എന്താ പറയുക, എനിക്കൊക്കെ ഒരുപാട് ആശ്വാസമുള്ള ഒരു ദൈവസന്നിധി തന്നെ ഈ പള്ളി കേട്ടോ. എന്ത് സങ്കടം ഉണ്ടെങ്കിലും നമ്മൾ മനസ്സ് നിറഞ്ഞ് ദൈവമേ എന്നൊന്ന് വിളിച്ചാൽ അതിന് പ്രതിഫലം എനിക്കൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതൊന്നും അങ്ങനത്തെ വീഡിയോ അല്ലല്ലോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിതാ പള്ളിക്കകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് ആരെല്ലാം പിറന്നാൾ ആഘോഷിക്കുന്നോ അവർക്കെല്ലാം എൻ്റെ ഈ കൊച്ചു കുടുംബത്തിൻ്റെയും പേരിലുള്ള ആശംസകൾ ഞാൻ അർപ്പിക്കുന്നു. അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, ദീർഘായുസ്സോടും ആരോഗ്യത്തോടും കാക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പോൾ തുടർന്ന് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാം ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങി. അപ്പം വീഡിയോ എടുക്കുന്നത് മോളാട്ടോ. മോൻ ഇവിടെ ഇല്ല. മോൻ ഇന്നലെ രാത്രി 12 മണിയായപ്പം വിളിച്ച് വിഷ് ചെയ്തായിരുന്നു. അപ്പോൾ രാവിലെ കുഞ്ഞിന് ഡ്യൂട്ടിക്ക് കയറാനുള്ളത് കൊണ്ട് അപ്പോൾ പിന്നെ അതുപോലെ അവന് വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് അവനെ ഒഴിവാക്കിയിട്ടുള്ളത്. അവനെയും മരുമോളെ അതുകൊണ്ടാണ് ഒഴിവാക്കിയേ. അപ്പോൾ ഞങ്ങളിതാ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് വേണം ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കണം. എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് അച്ചായന് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. ഗിഫ്റ്റ് ഞാൻ മേടിച്ചിട്ട് വരുന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയൊരു സന്തോഷം, ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒരു കുഞ്ഞൊരു ഗിഫ്റ്റ്. അപ്പോൾ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം കേട്ടോ. അച്ചായൻ്റെ ദീർഘായുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഏക ആശ്രയം അച്ചായന. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഭർത്താവ് എന്തായിരിക്കണം എന്നുള്ളത് അച്ചായനെ കണ്ടു വേണം പഠിക്കാൻ. അത്രത്തോളം തൻ്റെ ഭാര്യയും മക്കളെ സ്നേഹിക്കുന്ന വ്യക്തി. അപ്പോൾ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്തു. ആ മുഖത്തിലെ സന്തോഷം കണ്ടോ. അപ്പോൾ ഞങ്ങൾ കേക്ക് ഒന്നും കട്ട് ചെയ്യുന്നില്ല. ഇവിടെ ഒരു അല്പം അലുവ ഉണ്ടായിരുന്നു, അത് ഞാൻ അച്ചായന് കൊടുത്തു കേട്ടോ, മധുരമായിട്ട് കൊടുത്തത്. അപ്പോൾ ഈ ഷർട്ടാണ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നേ. ഇതൊക്കെ മതി, നമ്മുടെ സന്തോഷം ഇതൊക്കെ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഒരു മുള്ളാത്ത മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് കട്ട് ചെയ്യുന്നതും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ടോ ഒന്ന് പറയണേ. അപ്പോൾ ഇത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും മേടിച്ചൊന്ന് കഴിക്കണം കേട്ടോ. നമ്മുടെ ശരീരത്തിനൊക്കെ ഏറ്റവും നല്ലതും പ്രതിരോധ ശക്തി കൂട്ടാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട്സാണിത്. അപ്പോൾ എല്ലാവരും വാങ്ങിച്ചൊന്ന് കഴിക്കുക. ക്യാൻസറിന് വരെ നല്ലതെന്നാണ് പറയുന്നത്. ഞാൻ വീഡിയോ ഒത്തിരി ഇതിൻ്റെ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെ അച്ചായൻ ഇത് കഴിക്കത്തില്ല കേട്ടോ. ഒരെണ്ണം വാങ്ങിച്ചാലും നമ്മുടെ ഒരു ഫാമിലിക്ക് ഇത് മതിയാവും. അപ്പോൾ ഇടയ്ക്ക് ഒരെണ്ണം കിട്ടുവാണെങ്കിൽ മേടിച്ച് കഴിക്കുക എല്ലാവരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെടുവാൻ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. കഴിച്ചിട്ടില്ലാത്തവരൊന്ന് മേടിച്ച് കഴിച്ച് നോക്കുക. അപ്പോൾ നാളെ ഇതേ സമയം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.